സെവൻ സിസ്റ്റേഴ്സ് അറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ മിസോറാമിലാണ് നമ്മൾ നിൽക്കുന്നത്. മിസോറാമിന്റെ തലസ്ഥാനമായിട്ടുള്ള ഐസ്വാളില്. വെൽക്കം ടു മിസോറാം. അപ്പോൾ ഈ തലസ്ഥാനമായിട്ടുള്ള ഐസ്വാളാണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സിറ്റി. ഭൂരിപക്ഷം ആളുകൾ താമസിക്കുന്ന ഈ സിറ്റി കേന്ദ്രീകരിച്ച് തന്നെയാണ്. അതേപോലെ ഈ മിസോറാം എന്ന് പറയുന്ന സംസ്ഥാനം 90% ഫോറസ്റ്റ് ആണ്. ഈ സംസ്ഥാനത്തെ ജനസംഖ്യയിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളും താമസിക്കുന്നത് തലസ്ഥാനമായിട്ടുള്ള ഐസ്വാളിലാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ട്രൈബൽസ് ആണല്ലോ, കുറേ പേര് കാട്ടിലൊക്കെയാണ് താമസിക്കുന്നത്, അതായത് ഫോറസ്റ്റിന്റെ ഉള്ളിൽ. അപ്പോൾ അവര് അത്യാവശ്യം സാമ്പത്തികമാകുന്ന ആളുകളെല്ലാവരും ഇവിടെ വന്ന് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതായത് സിറ്റിയിൽ എല്ലാവരും ഒന്നിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു നഗരത്തിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെയുള്ള ജനങ്ങൾ ഭൂരിപക്ഷം പേരും. അതുകൊണ്ടാണ് ഈ സിറ്റി മൊത്തം ഇങ്ങനെ ആളുകൾ. ഇപ്പോൾ എനിക്കിവിടെ സിറ്റി ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മലകളിലും പുതിയ പുതിയ വീടുകൾ, ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാം, പുതിയ പുതിയ വീടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 700 കൂടുതൽ കിലോമീറ്റർ ഇന്റർനാഷണൽ ബോർഡർ വരുന്ന ഒരു സംസ്ഥാനമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശും മ്യാൻമാറുമാണ്. 1972 വരെ ഈ ഒരു പ്രദേശം അസം സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീട് ഇത് യൂണിയൻ ടെറിട്ടറി ആക്കി. അതിനുശേഷം 1986 ഇന്ത്യൻ പാർലമെന്റ് ഭരണഘടനയുടെ 53ാം ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് 1987 ഫെബ്രുവരി 20 ഇന്ത്യയുടെ 23ാമത്തെ സംസ്ഥാനമായിട്ട് മിസോറാം രൂപീകരിച്ചു. ഈ ഒരു സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള 2ാമത്തെ സംസ്ഥാനം ഉണ്ടാകും. ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇത് 2011 സെൻസസ് പ്രകാരമുള്ള കണക്കാണ്. അതിൽ 95% ആൾക്കാരും പല ഗോത്രവർഗത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഗോത്രവർഗക്കാരെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് മിസോറാം. എത്രയൊക്കെ നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും കാലത്തിന് പോലും മായ്ച്ചു കളയാൻ പറ്റാത്ത പേരാണ് ക്ലിയോപാട്ര. എനിക്ക് ഈ പേര് മാത്രമേ അറിയുള്ളൂ. പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിച്ചത്. ഇവന് എങ്ങനെയാണ് ഈ ക്ലിയോപാട്രയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമായിട്ടുള്ള കുക്കോഫം വഴിയാണ് ഈ ക്ലിയോപാട്രയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത്. ഈ ക്ലിയോപാട്ര മാത്രമല്ല കേട്ടോ, 4000-ലധികം ഓഡിയോ സമ്മറികൾ കുക്കോഫമിലുണ്ട്. ഇതേപോലത്തെ ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ കുക്കോഫമിൽ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സേനാനികൾ, അങ്ങനെയുള്ള ഒരുപാട് ഓഡിയോ സബ്മറികൾ കുക്കോഫമിൽ അവൈലബിൾ ആണ്. കുക്കോഫം ഇപ്പോൾ 50% ഓഫ് റോഡ് കൂടി നിങ്ങൾക്ക് ലഭിക്കും ഒരു വർഷത്തേക്ക്. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഓഡിയോസ് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും നോട്ട്സ് എഴുതി വെക്കാനും അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളും കൂടിയുണ്ട്. ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കിൻ്റെ ഒപ്പം തന്നെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാനുള്ള ലിങ്കും കൂടി ഗൂഗിൾ ഫോമും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അതുവഴി അറിയിക്കുക. കുക്കോഫം നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. ഈ മിസോറാമിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ മിസോറാമിൽ മിസോ എന്നുള്ളത് ഇവിടുത്തെ ആളുകളുടെ വംശത്തിൻ്റെ പേരാണ്. അത് മിസോ പീപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. മിസോ ട്രൈബ്സ് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതാണ് ആ ഒരു മിസോന്റെ അർത്ഥം. ഇനി റാം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാൻഡ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതായത് ലാൻഡ് ഓഫ് മിസോസ്. മിസോ ആളുകൾ താമസിക്കുന്ന ലാൻഡിനെയാണ് മിസോറാം എന്ന് വിളിക്കുന്നത്. ഇവർ 18ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഇവിടുത്തെ ജനസംഖ്യയിൽ 95% ഈ ട്രൈബൽ പീപ്പിളാണ്, മിസോ പീപ്പിളാണ് ഇവിടെ ഈ സംസ്ഥാനത്തുള്ളത്. പക്ഷേ ഇപ്പോൾ മ്യാൻമാറിൽ കുറേ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്. കുറേ മൈഗ്രൻസ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ കുറേ നടക്കുന്നില്ല. അപ്പോൾ കുറേ പേര് ഇവിടെ വരുന്ന സെറ്റിലാവാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മിസോറാമിനെ കുറിച്ച് പറയാൻ നേരത്ത് ഇവിടുത്തെ ആളുകളുടെ സാക്ഷരതയെക്കുറിച്ച് പറയണം. കാരണം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വിദ്യാസമ്പന്നർ അല്ലെങ്കിൽ സാക്ഷരരായിട്ടുള്ള ആളുകളുള്ള സംസ്ഥാനമാണ് മിസോറാം. 2011 സെൻസസ് പ്രകാരം ഇവിടുത്തെ ജനസംഖ്യയിൽ 92% ആൾക്കാരും സാക്ഷരത നേടിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മിസോ എന്നാണ് പറയുന്നത്. മിസോ ലാംഗ്വേജ്, മിസോറാംകാരുടെ സംസാരിക്കുന്ന ലാംഗ്വേജ് മിസോ ലാംഗ്വേജ്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇവിടെ അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷെ ഞാനിവിടെ പുറത്തിറങ്ങി നടന്ന സമയത്ത്
പ്രായമുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് അത്ര വശം ഇല്ലയെന്ന് തോന്നി. നമ്മൾ പറയുന്ന അവർക്ക് അത്ര പിടി കിട്ടുന്നില്ല. പക്ഷേ യുവാക്കളായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ പ്രായമുള്ളവർക്ക് മിസോ ലാംഗ്വേജാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്. ഈ കാണുന്നതാണ് മിസോ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ലാംഗ്വേജ് ഇതാണ്. ഇംഗ്ലീഷ് അക്ഷരം തന്നെയാണ് കേട്ടോ. മുകളിലുള്ളത് ഇംഗ്ലീഷാണ്. ഇവിടെ ആക്ച്വലി 1890 കാലഘട്ടത്തിൽ ഈ മിഷണറിമാർ ഇവിടെ വന്നിട്ട് എഡ്യൂക്കേഷനൊക്കെ കൊടുത്തത് അവരാണ്. അപ്പോൾ അവരുണ്ടാക്കിയ ലിപിയാണ് ആക്ച്വലി ഇവിടുത്തെ മിസോ ലാംഗ്വേജിൻ്റെ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത് അന്ന് വന്ന മിഷണറിമാരാണ്. അപ്പോൾ ഈ കാണുന്നതാണ്. നമുക്കൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല, ഇംഗ്ലീഷ് അക്ഷരമാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. മിസോ ലാംഗ്വേജ് ആണ് എഴുതിയേക്കണം. പിന്നെ എൻ്റെ ഫേസിന് എന്ത് പറ്റിയെന്നുള്ളത് ലാസ്റ്റ് പറയാട്ടാ. ഒരു അബദ്ധം പറ്റിയാണ്. ചിരിക്കൂല. പിന്നെ ഇപ്പം എന്താ കാണിക്കണേ? നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ എന്നുള്ള വ്യൂ ഇതാണ്. നേരെ കാണുന്നതൊരു ചർച്ചാണ്. പിന്നെ ഇത് കണ്ടോ, അതിൻ്റെ പുറകൊക്കെ നിറച്ച് ബിൽഡിങ്സ് ആണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ മുകളിൽ കാണുന്നത് ഇതൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു ബിൽഡിംഗ് കേട്ടോ, പച്ച കളർ ബിൽഡിങ്. നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന പോലത്തെ ഒരു അപ്പാർട്ട്മെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നണം. അതേപോലെ നിരവധി ബിൽഡിങ്ങാണ് ഇങ്ങനെ കാണാൻ പറ്റുന്ന. ഭയങ്കര രസമുണ്ട്. ഇത് രാത്രിയും കാണാൻ അടിപൊളിയാണ്. ഫുള്ള് ലൈറ്റാണ്. സീരിയസ് സെറ്റ് ഇട്ട് വെച്ചേക്കണ പോലെ ആയിരിക്കും ഈ ഒരു സ്ഥലങ്ങൾ കാണാനായിട്ട്. രാത്രിയിലെ കാഴ്ച കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ട, മലകളിലാണ് ഇവർ വീട് വെച്ചേക്കണം മൊത്തം. ഇത് ഈ കാണുന്ന മല മാത്രമല്ല, ഇതിൻ്റെ അപ്പുറം കാണുന്ന 2-3 മലകളും ഫുള്ള്, അതായത് ഈ സിറ്റി ഫുള്ള് ആളുകൾ ഇങ്ങനെ മലയിൽ വീട് വെച്ചിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. കിടിലം വ്യൂ ആണ്. ഈ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പ്രധാന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബിൽഡിങ്സിൻ്റെ വ്യൂ ആണ്. അതുപോലെ തന്നെ ഈ കാണുന്ന കെട്ടിടങ്ങളുടെ ഇടയിൽ ഇത് വീടുകൾ മാത്രമല്ല, പല സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, കടകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ കാണുന്ന കെട്ടിടങ്ങൾക്കിടയിലുണ്ട്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു വീട് മാത്രമാണെന്ന് തോന്നും. അങ്ങനെയല്ല, ഇതൊരു സിറ്റിയാണ്. ഒരു സിറ്റിയിൽ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഈ കാണുന്ന മലയിൽ ഈ ബിൽഡിങ്സിലുണ്ട്. ഇവിടെ ഒരു വീടിൻ്റെ മുകളിൽ കാറ് പാർക്ക് ചെയ്തേക്കണ നോക്കി. ഒന്നല്ല കേട്ടോ, 3 കാറ് 2 ബൈക്കും ഉണ്ട്. ഇതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും സ്ട്രോങ് ആയിട്ടായിരിക്കും ഒരു ബിൽഡിങ്സ് ഒക്കെ പണിതേക്കണം. അതുപോലെ തന്നെ ഒട്ടുമിക്ക ബിൽഡിങ്സും 4-5 നിലകളുണ്ട് കേട്ടോ. ഇതുണ്ടോ, അത്യാവശ്യം നല്ല നിലകളിലായിട്ടാണ് ഇവർ പണിയണം. അതുമാത്രമല്ല, എല്ലാ വീടിൻ്റെ മുകളിലും അല്ലെങ്കിൽ വീടിൻ്റെ ബാൽക്കണിയോട് ചേർന്ന് ഇവർ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടാവും. നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റോഡൊക്കെ ആണെങ്കിൽ ഭയങ്കര വൃത്തിയാണ്. ഇപ്പം നമ്മൾ താമസിക്കുന്ന ഈ സ്റ്റൈലും ചെടികളും പൂക്കളും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ തിങ്ങിയാണ് താമസിക്കുന്നതെങ്കിലും എല്ലാ വീടുകളിലോട്ടും വെളിച്ചം വരും. അതായത് വെളിച്ചം എന്ന് ഉദ്ദേശിച്ചത് സൂര്യപ്രകാശമാണ്. അതായത് ഇത് മലയുടെ മുകളിൽ ഇങ്ങനെ അടുക്കടിക്കാണ് വെച്ചേക്കണതുകൊണ്ട് മുകളിൽ നിന്ന് താഴത്തോട്ടല്ലേ ലാൻഡ് കിടക്കണേ. അപ്പോൾ അതുകൊണ്ട് ഒരു ബിൽഡിങ് കാരണം അപ്പുറത്തെ ബിൽഡിങ് മറിഞ്ഞു പോകുന്ന പ്രശ്നം ഇവിടെ ഇല്ല. എല്ലാ ബിൽഡിങ്ങിലോട്ടും വെളിച്ചവും വെട്ടവും കാറ്റും ഒക്കെ കയറും. എന്നാൽ കാണാനും ഭംഗിയാണ്. നമ്മൾ ഇവിടെ ഐസോളിൽ വന്നിട്ട് ആദ്യം ഒരു ഹോം സ്റ്റേ ആണ് താമസിച്ചത്. ആ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ അടിപൊളി ഹോം സ്റ്റേ ആയിരുന്നു. പക്ഷെ നമുക്ക് അവിടെ 2-3 ദിവസം താമസിക്കാൻ പറ്റിയില്ല. നമ്മളിവിടെ വന്നിട്ട് കുറച്ചധികം ദിവസം താമസിച്ചിട്ട് കുറച്ച് റെസ്റ്റും അതുപോലെ എഡിറ്റിങ്ങും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് 3 ദിവസം നമ്മൾ താമസിച്ചു. അപ്പോൾ ആദ്യത്തെ ദിവസം എടുത്ത ഹോം സ്റ്റേ നമ്മുടെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. പക്ഷേ ആ ഹോം സ്റ്റേയിൽ ആ ഒരു ദിവസം മാത്രമേ ബുക്കിംഗ് നമുക്ക് കിട്ടിയുള്ളൂ. കാരണം അടുത്ത ദിവസങ്ങളിൽ ഫുള്ള് ബുക്കിങ്ങാണ്. ഭയങ്കര ഡിമാൻഡുള്ള സ്ഥലമാണ്. ആ റൂമിൽ നിന്ന് തന്നെ കിടിലം വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇപ്പോൾ താമസിക്കുന്ന അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 1 കിലോമീറ്റർ മാറിയിട്ട് വേറൊരു ഹോം സ്റ്റേ ആണ്. ഇവിടുത്തെ റേറ്റ് 1700 രൂപയാണ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. അവിടുത്തെ 2500 ഇത് സീസണിനനുസരിച്ച് വ്യത്യാസമൊക്കെ വരും അല്ലേ? ഇവിടെ പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഇതൊരു സ്റ്റേറ്റിന്റെ ക്യാപിറ്റലാണോ, എന്നാലും നമ്മൾ ബാക്കിയുള്ള ഇന്ത്യയുടെ മറ്റു സ്ഥലത്ത് കാണിക്കുന്ന പോലെ വലിയ വലിയ ബ്രാൻഡുകളുടെ ആയിട്ടുള്ള ഹോട്ടലുകളൊന്നുമില്ല. എല്ലാവരും പക്ഷേ ഇവിടെ പ്രിഫർ ചെയ്യുന്നത് ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേ പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് തരുന്നത്. പക്ഷേ ഇവിടെ എല്ലാത്തിനും ചാർജബിൾ ആണ്. വെള്ളത്തിനൊക്കെ നമ്മൾ ചാർജ് ചെയ്യും. പക്ഷെ അധികം പൈസ ഒന്നുമില്ല. എല്ലാം റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ഒക്കെ 10-20 രൂപ ആ റേഞ്ച് ഒക്കെ തന്നെയുള്ളൂ. ഫുഡൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഹോംലി വീട്ടിലുണ്ടാക്കി തരുന്ന ഇവിടുത്തെ ഹോം സ്റ്റേയിൽ ഉണ്ടാക്കി തരുന്ന ഫുഡൊക്കെ നല്ല ഫുഡാണ്. ഓക്കെയാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നു. കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ടും കുറച്ച് മസാല ഒക്കെ ഉള്ളതാണ്. നിങ്ങൾ ഇവിടെ വരുമ്പം നമ്മൾ പ്രിഫർ ചെയ്യുക ഹോം സ്റ്റേസിൽ തന്നെ താമസിക്കാനാണ്. ഹോം സ്റ്റേ സേഫ് ആണ്.
മറ്റ് ഡിസ്കംഫർട്ട്സ് ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഹോട്ടൽ ഉണ്ടല്ലേ, ഒരു ഹോട്ടൽ റീജൻസി അത്യാവശ്യം വലിയൊരു ഹോട്ടലാണ്. അവിടെ കാർ പാർക്കിംഗ് ഉണ്ട്. അത് നമുക്ക് പോയി കാണിച്ചു തരാം. നമ്മൾ താമസിച്ച 2 ഹോട്ടലിലും കാർ പാർക്കിംഗ് ഉള്ള, സേഫ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഉള്ള ഹോം സ്റ്റേസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. കാർ പാർക്കിംഗ് ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് താമസിച്ച ഹോട്ടലിന്റെ പേര് എന്താണ്? സോബം ഹോസ്റ്റലോ അല്ല, സോബം ഹോട്ടൽ, സോബം ഹോം സ്റ്റേ അല്ലെ? സോബം ഇത് ഇവരുടെ സ്പെല്ലിംഗ് ഭയങ്കര പണിയാണ്. വേറെ സംഭവം വെച്ചാൽ ഇവരുടെ ലിപി, ഇവരുടെ ട്രൈബൽ ലാംഗ്വേജ് ഉണ്ട്. അത് ഇതിന് ഇംഗ്ലീഷിലാണ് അതിന്റെ ലിപികൾ. സോ എന്താണ് അവർ ഉദ്ദേശിക്കണത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ നമ്മൾ പറയുന്നത് ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് പറയാറുണ്ട്. നമ്മളിവിടെ താമസിച്ച ഹോം സ്റ്റേയുടെ പേര് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അത് ആദ്യത്തെ. രണ്ടാമത്തെ ഹോം സ്റ്റേ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ദിൻതാർ എന്ന് പറഞ്ഞിട്ട് ദിൻതാർ സാറ, അതിന്റെയും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും വലിയ കുഴപ്പമില്ലാത്ത നല്ല വ്യൂ ഉള്ളൊരു ഹോം സ്റ്റേ. ഹോം സ്റ്റേ കുറെ കൂടെ നല്ല വ്യൂവും സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്. കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് അതാണ്. ഇത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ആണ്. പക്ഷെ ഇതിലും താഴ്ന്നതൊക്കെ കുറവാണ്. ഉണ്ടായിരിക്കട്ടെ, നമുക്ക് അറിയില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഈ ഇവിടുന്ന് വ്യൂ ഇല്ല, റൂമിൽ നിന്ന് വ്യൂ ഇല്ല. മറ്റേ സ്ഥലത്ത് റൂമിൽ തന്നെ വ്യൂ അത് രസമാണ് അല്ലേ? ഇന്നത്തെ ഹോട്ടലിൽ നിന്ന് വന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബണ്ണുണ്ട്, ഓംപ്ലേറ്റ് ഉണ്ട്, പഴമുണ്ട്, ഒരു ചായ ഉണ്ട് കണ്ടാ. അപ്പോൾ നമുക്കിനി പുറത്ത് പോയിട്ട് സിറ്റിയുടെ കാഴ്ചകളും പിന്നെ ഇവിടെ കുറച്ച് ഒരു ടെമ്പിളൊക്കെ കാണാനുണ്ട്. ടെമ്പിളല്ല, അത് വേറൊരു കാര്യമാണ്. അത് പോണ വഴി കാണാം. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ മിസോറാമിലെ ആളുകളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വീഡിയോയിൽ കാണാം. അത് കൂടാണ്ട് മിസോറാം പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ കാണാം. നമുക്കിനി സിറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ്. ഇതാണ് വണ്ടി ഇട്ടേക്കണത് ഇവിടെ ഉണ്ടാ. പക്ഷെ ഒരു പ്രശ്നമുള്ളത് വണ്ടി ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ മുമ്പിൽ വേറൊരു വണ്ടി കയറ്റിയിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ ആളെ ഇപ്പോൾ വിളിച്ചിട്ട് കാണാനില്ല, ആരുടെയെന്ന് അറിയാനും പാടില്ല. ഇവിടെ ഈ പാർക്കിംഗ് കിട്ടുന്ന ഹോട്ടൽ കിട്ടാൻ കുറച്ച് പാടാണ്. മാത്രമല്ല ഇവർക്ക് നല്ല ക്ഷമയായതുകൊണ്ട് ഇയാൾ വല്ല സാധനം മേടിക്കാൻ പോയിരിക്കും. നാളെ വരുള്ളൂ. നാളെ ഒന്നും ചോദ്യം ചെയ്യൂല. ഒന്നാമത് കുഞ്ഞു കുഞ്ഞു വഴികളാണ്. അപ്പോൾ പാർക്കിങ്ങും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഇങ്ങനത്തെ ഒരു ഹോട്ടൽ കിട്ടിയോണ്ട് നമ്മുടെ വണ്ടി ഇവിടെ ഇടാൻ പറ്റി. പക്ഷെ ഇപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ, അതാണ് വേറെ കോപ്പടി. ഈ കാണുന്നതൊക്കെ ടാക്സിയാണ് കേട്ടോ, ബൈക്ക് ടാക്സി. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സംഭവമാണ്. കാരണം യെല്ലോ ബോർഡ് വെച്ച ബൈക്കുകൾ ഇവിടെ കാണാം. ടാക്സി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഈ ടാക്സി വിളിച്ചാൽ മതി. പിന്നെ നേരെ കാണുന്നത് ദിൻതാർ YMA ഹാള്. പിന്നെ ഇതൊരു ചർച്ചാണ്. ഇതുണ്ട, ഇതൊരു വലിയൊരു ചർച്ച്. പിന്നെ ഇവിടെ വേറൊരു കാര്യമുള്ളത്, എല്ലാവരും അത്ര ഫ്രണ്ട്ലി ഒന്നുമല്ല. നമ്മുടെ മുഖത്തോട്ടൊന്നും അങ്ങനെ നോക്കി ചിരിച്ചൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തായിരിക്കും ഇവരുടെ പ്രതികരണം എന്നറിയില്ല. എന്നാലും എടുക്കുകയാണ്. വല്ല മാറി കിടക്കുകയാണല്ലേ. ഇവരെല്ലാവരും തന്നെ ട്രൈബ് പീപ്പിളാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിള്ളേരൊന്നും കുഴപ്പമില്ല, കുറച്ച് മുതിർന്നവർ പറഞ്ഞില്ല. പിള്ളേരൊക്കെ വൈബാണ്. പിള്ളേരൊന്നും സീനില്ല. കുറച്ച് പ്രായമുള്ളവരുടെ അടുത്തും നമ്മൾ ക്യാമറയും കൊണ്ടൊക്കെ പോയ കുറച്ച് പ്രശ്നമാണെന്ന് ഒരു ഡൗട്ട് ഇല്ലാതെ. നമ്മൾ വൈബ് കൊടുത്താലും പാസ് ചെയ്യല. മറ്റേ പ്രായമുള്ളവർ നമ്മൾ വൈബ് കൊടുത്താലും അവരൊക്കെ പാസ് ചെയ്യില്ല, പാസ് അവിടെ നിർത്തും. അതെ. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് നമുക്ക് വണ്ടി മാറ്റി തന്നു. അപ്പോൾ നമ്മൾ വണ്ടിക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇവിടുത്തെ വേറൊരു പ്രശ്നമുള്ളത്, നമുക്ക് മാപ്പ് ഇട്ട് പല സ്ഥലത്തോട്ട് പോകുമ്പോൾ പണി കിട്ടും. കാരണം GPS ഒന്നും പിടിക്കാനുള്ള. ഇവിടുത്തെ വഴികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ടടുത്ത് കൂടി മലയാണല്ലോ മൊത്തത്തിൽ. അപ്പോൾ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും അടുത്ത് കൂടി, അതായത് ഇപ്പോൾ ഇതിൽ കൂടി നമ്മളിപ്പോൾ റോഡ് പോകണല്ലേ, തൊട്ട് മുകളിൽ തന്നെ വേറെ 2 റോഡ് കാണും. GPS-ന് മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് മാപ്പ് നോക്കി ഈ വഴി കൂടി പോകാൻ നിന്നതിൽ മുട്ട പണി കിട്ടും. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കിട്ടിയതാണ്. നമ്മൾ കുറേ കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റും. അതേ വരുന്നതാണ് ഇവിടുത്തെ സിറ്റി ബസ്, കുഞ്ഞ് മിനി ബസ്സില്ലേ, അതിൽ നമുക്ക് കയറി നമുക്ക് ഈ സിറ്റി മൊത്തം വേണമെങ്കിൽ ഇവിടുന്ന് പല സ്ഥലത്തോട്ടുള്ള സർവീസ് കിട്ടും നമുക്ക്. അതേപോലെ തന്നെ ടാക്സി ഉണ്ട്, പിന്നെ ബൈക്ക് ടാക്സി ഉണ്ട്, നേരത്തെ കണ്ടില്ലേ. പിന്നെ ഊബർ ഉണ്ട് കേട്ടോ ഇവിടെ. അത് വിളിച്ചു കഴിഞ്ഞാൽ കാറില്ല, ബൈക്ക് കിട്ടും. അതായത് സ്കൂട്ടർ ആയിരിക്കും കൂടുതൽ. സ്കൂട്ടറിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി വിളിച്ച് പോകാം. അതേപോലെ യൂബർ വിളിക്കണമെന്നൊന്നുമില്ല. ഈ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ടാക്സിയിലെ പിള്ളേർ ഇവിടെ നിൽപ്പുണ്ടാവും. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിൽ പോകാം. ഇതുണ്ടോ വ്യൂ നോക്കി, അടിപൊളി വ്യൂ അല്ലേ. കൊക്കയൊക്കെയാണ് സൈഡിലൊക്കെ. മൊത്തം ഇങ്ങനെ തന്നെ ഉണ്ടോ എല്ലാ സ്ഥലത്തും. അതെ ഇവിടുത്തെ സിനിമ ഉണ്ടത്. അതുപോലെ നമ്മളിവിടെ വന്നിട്ട് കാറൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റി. അതൊരു കുഞ്ഞൊരു സ്ഥലം. അപ്പോൾ ഇതേപോലെയാണ് ഇവിടുത്തെ കാർ വാഷിൻ്റെ ഒക്കെ കാര്യങ്ങൾ. നമ്മളിത് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചൊരു സ്ഥലമുണ്ട്. കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പല സ്ഥലത്തും കുറച്ച് തിരക്കും ബഹളമൊക്കെയാണ്. വണ്ടി കയറ്റിടാൻ സ്ഥലമില്ല, പിന്നെ പ്രഷർ വാഷർ ഇല്ല. അപ്പോൾ അങ്ങനെ അവസാനം ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ കയറ്റിയേക്കണത്. ഇവിടെ കാറ് കഴുകാനായിട്ട് 400 രൂപയാണ്. വണ്ടിയുടെ ഉള്ളും പുറവും ഒക്കെ നന്നായിട്ട് കഴുകുന്നുണ്ട്, ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകും. അതുപോലെ അതിനുശേഷം നമ്മൾ നേരെ പോയിട്ട് വണ്ടിയുടെ വീൽ അലൈൻമെൻറ്റ് ചെയ്തു.
കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അമ്മാര് സീനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീൽ അലൈൻമെന്റ് ചെയ്തത് ശരിയായോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. വാഷിംഗ് ആണെങ്കിലും അതെ, നമ്മൾ ഈ കേരളത്തിലൊക്കെ ഉള്ള നമ്മുടെ അത്ര സൗകര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുക പോലും വേണ്ട കേട്ടോ. എവിടെ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശോചനീയമായിരുന്നു. എന്താ പറയണ്ടേ, സ്റ്റേറ്റിലെ മൊത്തം ചെളി ഈ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അവര് കുറെ കഷ്ടപ്പെട്ടാണ്. പക്ഷെ ഓക്കെ, നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്നുള്ളത് മാത്രം. അലൈൻമെന്റ് ഒന്നും ഒട്ടും പ്രോപ്പർ അല്ലായിരുന്നു കേട്ടോ. നമ്മൾ പറയണത് അവർക്കും മനസ്സിലാവില്ല. ഇത് തെറ്റല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. സോ എന്നാലും എന്തൊക്കെയോ ചെയ്തു, വലിയൊരു കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിച്ചു. വീലൊരു ലെഫ്റ്റ് സൈഡോട്ട് ഒരു ചെറിയൊരു പുള്ളിങ് പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നല്ലൊരു അലൈൻമെന്റ് പരിപാടിയൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും ഈ ബോട്ടിലേക്ക് ഇതിന്റെ അകത്ത് പുറത്തിറങ്ങണം. സിലിഗുരി കഴിയണം. ഇപ്പൊ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് വിശന്നിട്ട് പാടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ റെസ്റ്റോറന്റ് ഒന്നുമില്ല. റെസ്റ്റോറന്റ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ വണ്ടി നിർത്താൻ പറ്റില്ല. വണ്ടി എവിടെയെങ്കിലും ഇടണമല്ലോ അകത്ത് കയറി കഴിക്കണമെങ്കിൽ. ഇവിടെ ആകപ്പാടെ കുഞ്ഞു റോഡുകളാണ്. ഇത് മാത്രമല്ല, ഇവിടെ സൈഡിലെല്ലാം ടയർ ലോക്ക് ചെയ്യണ സാധനം വെറുതെ കൊണ്ട് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കൊണ്ട് നിട്ടിട്ടുണ്ടെങ്കിൽ ഇവന്മാരോട് ഏത് ഭാഷ പറഞ്ഞു ഇത് മനസ്സിലാക്കും എന്നുള്ളത്. ഇവിടെ ആക്ച്വലി ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാവുന്നതാണ്. പൊതുവെ ലിറ്ററസി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ്. പക്ഷെ മുതിർന്നവരോട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് വലിയ കാര്യമില്ല. അവർക്ക് വലിയ പെടുത്തില്ല. അവർ ഇവിടുത്തെ മിസോ ലാംഗ്വേജ് സംസാരിക്കണം, നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ചിലവർ ഹിന്ദി പറയും കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലുമൊക്കെ വഴി ചോദിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി യുവാക്കളായിട്ടുള്ള ആൾക്കാരോട് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ? അത് പ്രത്യേകിച്ച് പ്രായമുള്ളവരോട് ചോദിക്കേണ്ട, അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഞാനിപ്പോൾ 2-3 തവണ ചമ്മി. അവർ ചോദിക്കുമ്പോൾ ഇങ്ങനെ നോക്കും, പോവും. മൈൻഡും ചെയ്യില്ല, ചിരിക്കുകയില്ല. പെൺപിള്ളേരോടും ചോദിക്കേണ്ട, വലിയ കാര്യമൊന്നുമില്ല. ആൺപിള്ളേരായിട്ടുള്ള യുവാക്കളില്ലേ, അവരോട് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ അവർ പിന്നെയും പറഞ്ഞു തരും. ചെറുപ്പക്കാർ ജനറേഷൻ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് അത്യാവശ്യം സംസാരിക്കാനും ഇതൊക്കെ താല്പര്യമുണ്ട്, അറിയുകയും ചെയ്യാം. അത് കുഴപ്പമില്ല. അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ ഇവിടെ. അതെ അതെ. അങ്ങനെ അവസാനം നമുക്കൊരു പാർക്കിംഗ് സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട. പക്ഷെ നമ്മുടെ വണ്ടി മാത്രം ഇങ്ങനെ തള്ളി റോഡിലോട്ടാണ് നിൽക്കണം. ഇവിടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പൈസ കൊടുക്കണോട്ടാ. പുള്ളി അവിടെ സമയമൊക്കെ എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ പൈസ കൊടുക്കണം. എന്തെങ്കിലും ആവട്ടെ, എവിടെയെങ്കിലും ഒരു സ്പോട്ട് കിട്ടി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത്. നമ്മൾ വണ്ടി ഇട്ടിട്ട് ഒരു ഹോട്ടൽ ഏതെങ്കിലും തപ്പിങ്ങി നടക്കാണ്. നേരെ കാണാൻ ബിൽഡിംഗ് ആണ്, അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട. എല്ലാം കുഞ്ഞു കുഞ്ഞ് ഓഫീസുകളാണ്. ഇത് കണ്ട. നമ്മളെ ഒരു മേൽപ്പാലത്തിലാണ്, നടപ്പാലമാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇങ്ങനെ കയറി ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ വഴികളൊക്കെ ഉണ്ടോ? കുഞ്ഞു കുഞ്ഞു വഴികളല്ലേ ഇത് കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിറച്ച് വഴികളാണ്, കുഞ്ഞു വഴികൾ. ഇത് മെയിൻ റോഡാണ്. അപ്പോൾ താഴത്തു കൂടി വണ്ടി പോകുന്നു, നമ്മൾ മുകളിൽ കൂടി നടക്കുന്നു, അപ്പുറത്ത് ഇറങ്ങുന്നു, വീണ്ടും പോകുന്നു. കണ്ട. ഇവിടെ ആൾക്കാർക്ക് നടക്കാൻ ഇങ്ങനെ ഒരു വഴി ഉള്ളതുകൊണ്ട് ഭയങ്കര സൗകര്യമുണ്ടാ, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇത് കണ്ട. അപ്പോൾ വണ്ടികളൊക്കെ ഒരു സൈഡിൽ കൂടി അങ്ങ് പൊക്കോളും, നമുക്കിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവാം. അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പോകുന്ന വഴിയിൽ നോക്കിയപ്പോൾ ഇതൊരു മാളിൻ്റെ ഭാഗമെന്ന് തോന്നുന്നു. മാളിൻ്റെ അവിടെ ഒരാൾ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു പ്രയർ കണക്കാണ്ട്. ഇവിടെ കുറേ ആളുകൾ ഇത് കേട്ടുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. കണ്ടോ, ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് ഇരിപ്പുണ്ട്. പിന്നെ വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഈ വഴി നടക്കാൻ നേരത്ത് ക്ലീൻ നോക്കി, എന്തെങ്കിലും ചപ്പും ചവറ് വഴി കിടക്കണ്ട നോക്കി. ഓ പൊളി, ഭയങ്കര ക്ലീനാണ് ഇവിടെ. അടിപൊളി സ്ഥലം. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു പോലീസുകാരനുണ്ട്. നമ്മളെ കടത്തി വിടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ തന്നെ സ്വന്തമായിട്ട് കിടക്കണോ? ഇത് നമ്മൾ തന്നെ കിടക്കണോ? അവർ കയ്യൊന്നും കാണിക്കൊന്നുമില്ല. കൈ കാണിച്ച് കിടന്നു, വേറെ വഴിയൊന്നുമില്ല. ഇതേ നടക്കുള്ളൂ. ഈ കാണുന്നതൊരു കോളേജാണ്. 1980 മുതലുള്ള ഹ്രങ് ബന എന്ന് പറഞ്ഞൊരു കോളേജാണ് ഈ കാണുന്നത്. വാട്ട്സ് യുവർ നെയിം? എലിസബത്ത്. നമുക്കിവിടെ ഒരു ചേച്ചിനെ കിട്ടി. ചേച്ചിയുടെ ഒപ്പം ഒരു ചെറിയൊരു കൊച്ചുണ്ട്. നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വ്ളോഗറാണെന്നൊക്കെ ചോദിച്ചു. കേരളത്തിൽ നിന്നാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പരിചയപ്പെട്ടാണ്ട. ഓക്കെ, നൈസ് ടു മീറ്റ് യു. ഇപ്പം കണ്ട ചേച്ചി പറഞ്ഞു തന്നൊരു ഹോട്ടലാണ് ഇത്, ഷവർമ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ബിരിയാണി കിട്ടും. ഞങ്ങൾ ഇതിനു മുമ്പ് 2-3 ഹോട്ടലിൽ കയറിയായിരുന്നു, പക്ഷെ നമുക്ക് പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. മെനു കണ്ടിട്ടൊന്നും മനസ്സിലാവില്ല. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടുത്തെ ലോക്കൽ ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ, അത് ഞാൻ കാണിക്കാം, ഡിന്നറിന് കാണിക്കാം. ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ പോർക്കാണ്, പന്നിയിറച്ചി. അതിൻ്റെ പല രൂപങ്ങൾ കിട്ടും, പക്ഷേ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. അതൊരു പ്രശ്നമാണ് നമുക്ക്. പിന്നെ അത് തപ്പി കിടക്കാൻ പറ്റില്ല, കാരണം വിശന്നിട്ട് പാടില്ല. അതുകൊണ്ട് കണ്ട കടയിൽ കയറിയിട്ട് നമ്മൾ ഇവിടെ കിടന്ന് ഇവിടെയുള്ള ഫുഡ് പറഞ്ഞു. ബിരിയാണി, യെസ്. ഇവിടുത്തെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാട്ടോ.
ഇത് നോക്കി ഞാൻ പെട്ടെന്ന് വിചാരിച്ച മീൻ കറിയാണ്, പക്ഷെ മുട്ടയാണ്. കൊള്ളാല്ലേ? അയ്യോ എനിക്ക് ചിക്കനിടാൻ മറന്നുപോയി തോന്നുന്നു. ഓ ചിക്കൻ്റെ കുഞ്ഞ് പീസുള്ളല്ലേ. ഇതിൽ കൂടിയുള്ള നടത്തമൊക്കെ രസമുണ്ട്. കണ്ട താഴത്ത് കൂടി വേറെ എങ്ങോട്ടുള്ള വഴി നമ്മൾ സൈഡിൽ കൂടി പോകുന്നു. എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്, നല്ല രസമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെ ബിരിയാണി ആണെങ്കിൽ തന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ ക്വാണ്ടിറ്റി അല്ല ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ടേസ്റ്റും പിന്നെ ക്വാണ്ടിറ്റി. അവർക്കൊരു ആൾക്ക് ആവശ്യത്തിന് കഴിക്കാനായിട്ട് മാത്രമുള്ളത് അല്ലേ? ശരിയാണ്ട, അല്ലാണ്ട് ഇവർ ഒത്തിരി ക്വാണ്ടിറ്റി കൊടുക്കില്ല. കുഞ്ഞു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്കത് പോരാണ്ടി വരും. ആക്ച്വലി ഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസ് അവർ. അത് ശരിയാണ്. ഇവിടെ എല്ലാവരും കണ്ട കുടവയറൊന്നുമില്ല, എല്ലാവരും സ്കെൽട്ടനാണ്. ഇവിടുത്തെ ഭൂരിപക്ഷം ആൾക്കാരെയും കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം ഹെൽത്തിയാണ് അവർ, വയറൊന്നുമില്ല നമ്മളെ പോലെയൊക്കെ. ഇവിടെ ഇതൊക്കെ റോഡ് സൈഡിൽ മാർക്കറ്റ്, കുറേ ചേച്ചിമാർ ഇവിടെ പഴവും പച്ചക്കറിയൊക്കെ വിൽക്കാൻ ഇരിപ്പുണ്ട്. നമുക്ക് കുറച്ച് പഴം മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് എന്ത് ടൈപ്പ് പഴമാണ്? കുത്തൊക്കെ ഉണ്ടല്ലോ, പഴുത്താണോ? നമ്മളിവിടെ നിന്ന് 50 രൂപക്ക് പഴം മേടിച്ചു. ഹായ്, യെസ്. ആ ചേച്ചി കൊച്ചിനായിട്ടാണ് പഴം വെക്കാൻ നിൽക്കണം. അതായത് ഈ ഒരു കൊല അല്ലേ, ഈ ഒരു കൊല എനിക്ക് 1 കിലോ 2 കിലോ ഉണ്ടാവും അല്ലേ? 50 രൂപ. യെസ് യെസ്. ഇവിടെ കുറേ ചേച്ചിമാരുണ്ട്. ഇതുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം, ഇത് മൊത്തം പഴമാണല്ലോ. ഇത് കൂടുതൽ വിൽക്കുന്ന പഴമുണ്ട്, പച്ചക്കറിയും അതുണ്ട്, മാങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ വാളംപുളി വിൽക്കാൻ പറ്റണോ? ഓക്കെ, വാളംപുളി. ആയി കൊള്ളാം. കുമ്പിളി സാധനങ്ങളൊക്കെ ഉണ്ട്. വാളംപുളി കണ്ട നമുക്ക് വായിൽ വെള്ളം വരുന്ന സാധനം. ആപ്പിളിന് പക്ഷേ 250 രൂപ കേട്ടോ പറഞ്ഞു. ആപ്പിളിന് ഭയങ്കര റേറ്റാണ്. ഈ കാണുന്നത് ഒരു ഹോട്ടലാണ്, ഹോട്ടൽ റീജൻസി. അത്യാവശ്യം എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നൊരു ഹോട്ടലാണ്. ഒത്തിരി എമൗണ്ട് ഉണ്ട്, 5000 രൂപയൊക്കെ പെർ ഡേ വരും. എന്നാലും കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട്, അതൊരു പ്രത്യേകതയാണ്. എല്ലാ സ്ഥലത്തും കാർ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് കണ്ട നമ്മുടെ നാട്ടിൽ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ കാത്ത് നിൽക്കണ പോലെ ബൈക്ക് ടാക്സികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആളുകൾ വരാനായിട്ട്. ഇവിടെ കാർ ടാക്സി വേറെ ഉണ്ട്. ഇതുകൊണ്ടാ ക്യൂ ആയിട്ട് നിൽക്കണണ്ട. ആദ്യം വരുന്ന ആൾ അതിനകത്ത് കയറി പോകുന്നു, പുറയിലുള്ള ആൾ അടുത്ത ഊഴം. കറക്റ്റ് നമ്മുടെ നാട്ടിലെ ഒരു ഓട്ടോറിക്ഷ എങ്ങനെയാണോ ആ ഒരു സിസ്റ്റം കണ്ട, ബൈക്ക് ടാക്സി. സമയം ഇപ്പോൾ 5 മണിയായിട്ടോ. ഇവിടെ 5 മണിയൊക്കെ ആകുമ്പോൾ ഇരുട്ടാവും. സാധാരണ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊക്കെ പൊതുവെ എങ്ങനെ തന്നെയാണ്, എല്ലാ സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഭാഗത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും 5 മണിയൊക്കെ ആകുമ്പോൾ ഇരുട്ടാവും. 5 മണിക്ക് സൂര്യൻ അസ്തമിക്കും കേട്ടോ. ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്കൂട്ടർ ഈ സുസൂക്കിയുടെ ആക്സസ് ആണെന്ന് തോന്നുന്നു. എൻ്റെ സ്കൂട്ടർ ഇത് തന്നെയാണ് കണ്ട. ഇവിടെ നോക്കി, ഇവിടെ കുറേ പേർക്കുണ്ട്. ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കണ്ടേ ഇവിടെ തന്നെ രണ്ടെണ്ണമൊന്നുമല്ല കേട്ടോ, കൂടുതൽ ഈ സ്കൂട്ടറാണ് സുസൂക്കിയുടെ ആക്സസ്. ഈ കാണുന്ന ഹോസ്പിറ്റലാണ് നമ്മൾ താഴെ നിന്ന് കണ്ടത്. അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കണ്ടില്ലേ, അത് ഇതാണ് സിവിൽ ഹോസ്പിറ്റലാണ് അസുഖമല്ല. അയ്യോ വലിയൊരു കുഴി, നടക്കുന്ന സ്ഥലത്തൊക്കെ നിറച്ച് കുഴിയൊക്കെ ഉണ്ടാവും. ഇതേപോലെ താഴത്തോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയും കൂടി ഉണ്ടാവും ഈ ഭാഗത്ത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം കണ്ടേ, ഇവിടെ നോക്കി എത്ര ആക്സസ് സ്കൂട്ടറുകളാണിരിക്കും. ഇത് പാർക്ക് ചെയ്തേക്കാണ് കേട്ടോ. സ്കൂട്ടർ പാർക്ക് ചെയ്യണമെങ്കിൽ നോക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെറുതെ വെക്കാണ്ട് എല്ലാം അടുക്കി വെച്ചേക്കണ നോക്കി, എല്ലാം അച്ചടക്കത്തോട് വെച്ചേക്കണ. സ്കൂട്ടർ പാർക്ക് ചെയ്തേക്കണാണ് ഈ കണ്ട. അതുവരെ നല്ല നീറ്റായിട്ട് ചെയ്തേക്കണം. അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്കൂട്ടറും മറ്റേ ആക്സസ് ആണ് സുസൂക്കിയുടെ. ഈ ഭാഗത്ത് ഇല്ലാത്ത കടകളൊന്നുമില്ല കേട്ടോ, എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. നേരത്തെ നമ്മൾ കണ്ടില്ലേ ഈ ബ്രാൻഡഡ് ഷോപ്പുകൾ ഉൾപ്പെടെ എല്ലാ ടൈപ്പ് ഷോപ്പുകളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അപ്പുറം റോഡ് ഇപ്പുറം റോഡ്, നമ്മൾ നടുക്ക് കൂടി പോകുന്നു കണ്ടോ. സാധാരണ എല്ലാ വലിയ സിറ്റികളും കാണുന്ന പോലെ എല്ലാ ടൈപ്പ് ബ്രാൻഡ് ഷോപ്പുകളും കടകളും എല്ലാ സംഭവം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ചെറിയ സിറ്റിയൊന്നുമല്ല, ഒരു നമ്മൾ നേരത്തെ കണ്ട പോലെ കുറേ മലകളാണ്. എല്ലാ മലകളിലും ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതേപോലെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ചെറിയ സ്ഥലമാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് വന്ന് വണ്ടി എടുത്തു. ഇവിടെ 40 രൂപയായി. ആ ചേട്ടന് പൈസ കൊടുത്തു. ആ ചേട്ടൻ പോകേണ്ട വഴിയൊക്കെ പറഞ്ഞു തന്നു. നല്ല ഒരു നടത്തായിരുന്നു കേട്ടോ, ഒരു 4-5 കിലോമീറ്ററെങ്കിലും നടക്കേണ്ടി വന്ന് എൻ്റെ ഒരു വിശ്വാസം. സമയം 5:15. ഇവിടെ ഇരുട്ടി തുടങ്ങി. 6 മണിയാകുമ്പോഴേക്ക് കൂരാക്കൂരി ഇട്ടാവും. സാധാരണ എല്ലാ ദിവസവും നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, പല കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നിങ്ങൾ കണ്ടില്ല, അതുപോലെ തന്നെ ഉണ്ട് അവസ്ഥ. ഇതൊരു മാർക്കറ്റാണ്, മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടിയാണ് പോണത്. ഇവിടെ വേറൊരു പ്രശ്നം നമ്മൾ നേരിടുന്നത്, ഇവിടെ വീഡിയോ എടുക്കൽ ഇത്തിരി വള്ളിയായിട്ടാണ് തോന്നിയത്. കാരണം എല്ലാവരും അത്ര വെൽക്കമിങ് അല്ല. ചിലവർ കുഴപ്പമില്ല, പക്ഷേ മോസ്റ്റ്ലി ആളുകൾ വീഡിയോ എടുക്കുന്നത് അത്ര ഇഷ്ടമല്ല. ഇപ്പം നമ്മൾ ക്യാമറ വെച്ച് പോകുമ്പോൾ ചിലവർ മുഖമൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ നന്നായിട്ട് വീഡിയോ എടുക്കൽ വലിയ പാടാണ്. പിന്നെ നമ്മൾ താമസിക്കുന്ന റൂം എന്നൊക്കെ പറഞ്ഞത് ഇതാണ്, ചെറിയ റൂം. AC ഒന്നുമില്ല, ഫാനുണ്ട്, പിന്നെ AC റൂം ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഇതിന് 1700-ഉം AC-ക്ക് 2000-ആണ്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് പൊളി. ഇതാണ് എൻ്റെ അമ്മ, എങ്ങനെയുണ്ട്? ഇത് തൊട്ട്
തൊട്ടടുത്ത് എത്തി നമ്മൾ. കണ്ട, നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈ വ്യൂ ദൂരെയായിരുന്നു, പക്ഷേ ഇത് കുറച്ചും കൂടി അടുത്തെത്തി. കണ്ട എന്ത് ഭംഗിയാ നോക്കി, നല്ല രസമല്ലേ, സീരിയസ് ഇട്ട് വെച്ചേക്കുന്ന പോലെയാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഈ റൂമിൽ നിന്ന് വ്യൂ ഒന്നുമില്ല. നമുക്ക് ഈ ബാൽക്കണി പോലുള്ള ഈ ഭാഗത്ത് വന്നിട്ട് ഇങ്ങനത്തെ കാഴ്ച കണ്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഇവിടെ ടേബിളൊക്കെ ഉണ്ട്, ഫുഡൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. ആദ്യം ഇവിടുത്തെ ഹോം സ്റ്റേയിൽ നമുക്ക് റൂമിൽ നിന്ന് വ്യൂ ഉണ്ടായിരുന്നു, അതും നൈസാണ്. അവിടുത്തെ സർവീസും കുറച്ചും കൂടി അടിപൊളിയാണ്, ഫുഡൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ നല്ല റൂമാണ്, കുറച്ച് ബെറ്ററാണ്. നമ്മളിപ്പോൾ താമസിക്കുന്നതും ഒരു ഹോം സ്റ്റേ തന്നെയാണ്, എന്നാലും കുറച്ചും കൂടി ബെറ്റർ സർവീസ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു മറ്റേ ആദ്യം താമസിച്ച ഹോം സ്റ്റേ തന്നെയായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നത് ഹോട്ടലിനേക്കാളും ഹോം സ്റ്റേസ് ആണ് കൂടുതലെന്ന് തോന്നുന്നു. എന്നാലും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നല്ല വ്യൂ കിട്ടുന്ന ഹോട്ടലും അതുപോലെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. എല്ലാം അടിപൊളി തന്നെയാണ്. റേറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഹോട്ടലായാലും ഹോം സ്റ്റേ ആയാലും ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഏകദേശം 2000 രൂപ, 2500, 3000 ചിലപ്പോൾ അതിൻ്റെ മുകളിൽ വരും. പിന്നെ ചെറിയ ഹോം സ്റ്റേസും കാണും കേട്ടോ, 1000 രൂപയുടെയൊക്കെ കാണും. എന്തായാലും മിസോറാമിലെ ഈ ഒരു സിറ്റി ഐസ്വാൾ സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ട പോലത്തെ ഒരു ഫീലാണ്. ഒരു രക്ഷയില്ല, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ നോർത്ത് ഈസ്റ്റ് വരുമ്പോൾ ഇത്രയും ഹെവി ഒരു കിടിലൻ സ്ഥലം ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ഒന്നാമത്തെ കാര്യം മറ്റേ അസ്സാമും ത്രിപുര വഴിയൊക്കെ വന്നപ്പോൾ തന്നെ ആകെ സീനായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. പിന്നെ ഇവിടെ ആളുകളെ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഏത് രാത്രി മണി ഇറങ്ങി നടന്നാലും ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമാണ്. അടിപൊളി സ്ഥലം, ഭയങ്കര പീസ്ഫുൾ സ്ഥലമാണ്. പിന്നെ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു മുഖം ഇങ്ങനെ ആവാനുള്ള പ്രധാന കാരണം ഒരബദ്ധം പറ്റിയതാണ്. ഞാനിവിടെ വന്ന ശേഷം ഈ മുഖത്ത് മൊത്തം കരിവാളിച്ച് ആകെ സീനായിട്ടിരിക്കുകയായിരുന്നു. മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് മുഖമൊക്കെ എല്ലാ ട്രിപ്പിലുള്ളതാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ ഫേഷ്യൽ പോലെ ഡീറ്റാൻ ചെയ്യും, ഈ ടാൻ അടിച്ച് സീനായി പോകും. അപ്പോൾ ഇവിടെ ഞാനൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഡീറ്റാൻ എന്ന് പറഞ്ഞ പരിപാടി ചെയ്തു. അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു താടി ഒന്ന് ശരിയാക്കണം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ലേഡീസാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ മുടി ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് ഡ്രിമ്മൊക്കെ ചെയ്തു. ഇതെല്ലാം ചെയ്തത് ലേഡീസാണ്. അതായത് എൻ്റെ മുടി ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് വെട്ടുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ലാണ്ട് ചെയ്തു, മെഷീൻ വെച്ചിട്ടൊക്കെ ഇവിടെ ചെയ്തു. അതിന് താടി പരിപാടി ഇവർ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അത് ചെയ്ത് വന്നപ്പോൾ അവസാനം അവർ മീശയൊക്കെ ഇങ്ങനെ ഈ ഹിറ്റ്ലർ മീശ വെച്ചെങ്ങനെ ഉണ്ടാവും അതേപോലെയൊക്കെ ആക്കി വെച്ചേക്കിട്ട് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ആയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് മൊത്തം അങ്ങ് കളഞ്ഞു, വേറെ ഒന്നും നോക്കണ്ട. അങ്ങനെ ഒരു അബദ്ധം പറ്റി, അതുകൊണ്ടാണ് മീശ കളയേണ്ടി വന്നത്. അത് സാധനമല്ലേ, ഇതൊക്കെ നീ വന്നോളൂല്ലോ. അപ്പോൾ അതാണ് ഈ സംഭവിച്ച കാര്യം. ഐസ്വാളിലെ മിസോറാമിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനിയും ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ മാറിയിട്ട് വെള്ളച്ചാട്ടമുണ്ട്, കുറേ വ്യൂ പോയിന്റുകളൊക്കെ മാറിയുണ്ട്. പക്ഷെ നമുക്കിതെല്ലാം കൂടി ഒരു ഭയങ്കര പാടാണ്. നമ്മൾ കംപ്ലീറ്റ്ലി ഒരു സംസ്ഥാനം എക്സ്പ്ലോർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം നമ്മൾ കണ്ടിട്ട് നമ്മൾ നെക്സ്റ്റ് സംസ്ഥാനത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ സിൽച്ചാർ എന്ന് പറയുന്ന സ്ഥലം വഴി ഇംഫാലിലേക്ക് പോവാണ്. ഇംഫാൽ മണിപ്പൂരാണ്. സിൽച്ചാർ വഴി പോകുന്നത് ആക്ച്വലി വലിയൊരു ലോങ് ആണ്. നമുക്ക് വേറൊരു ഷോർട്ട് കട്ട് ആക്ച്വലി ഉണ്ട്, നോപ്പെ എന്ന് പറഞ്ഞ സ്ഥലം വഴി. ആ വഴി ഒരിക്കലും പോകാൻ പാടില്ല. ഇവിടുത്തെ പോലീസുകാർ വരെ നമ്മളടുത്ത് പറഞ്ഞു ആ വഴി ഒരിക്കലും പോകരുത് എന്ന്. കാരണം അടുത്ത എപ്പിസോഡിൽ പറയാം, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നീ പറയാൻ പറ്റേ. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. നല്ല കിടിലം വ്യൂ ഉള്ള സ്ഥലത്തുനിന്ന് ഇപ്പോൾ സമയം 10 മണിയായി. നോക്കി എന്ത് രസമെന്ന് നോക്കി. ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം വെറുതെ ഇരിക്കുകയാണ് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട്. പക്ഷെ അങ്ങനെ അധികം നേരം ഇരിക്കാൻ പറ്റില്ല, എഡിറ്റിംഗ് ഉണ്ട്, കുറേ പണിയുണ്ട്. ഇനി അതൊക്കെ കുറച്ച് തീർത്തിട്ട് വേണം കിടന്ന് ഉറങ്ങണം. ഉറക്കമൊക്കെ ഇത്തിരി കുറവാണ്. എന്നിട്ട് വേണം ഇനി നാളെ രാവിലെ നമ്മൾ ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് യാത്ര ആയിരിക്കും മണിപ്പൂരിലേക്കല്ല, ആദ്യം ആസാമിലെ സിൽച്ചാർ, എന്നിട്ട് അവിടെ നിന്ന് മണിപ്പൂരിലോട്ട് പോകും. പിന്നെ നാഗാലാൻഡ്, അരുണാചൽ, അങ്ങനെയാണ് നമ്മൾ പോകണം. അപ്പോൾ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ. പിന്നെ എല്ലാവരും റോഡ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പതുവെ കമൻറ്റ് വരുന്നുണ്ട്. നേരത്തെയൊക്കെ 2 മാസം കൊണ്ട് ഒരിക്കലും നമുക്ക് ഇന്ത്യ കാണാൻ പറ്റില്ല. ഞാൻ വീണ്ടും പറയണതാണ്, നമ്മൾ ഓരോ സംസ്ഥാനം എക്സ്പ്ലോർ ചെയ്യാൻ നിന്നാൽ 1 മാസം എടുത്താലും ഒരു സംസ്ഥാനത്തെ കാഴ്ചകൾ കണ്ടു തീരത്തില്ല. നിങ്ങൾ കേരളം മാത്രം ഒന്ന് എടുത്തു നോക്കിയാൽ മതി. കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ജില്ലയിലെയും കാഴ്ചകൾ കണ്ട് വന്നാൽ എത്ര ദിവസം എടുക്കുമെന്ന് നിങ്ങൾ വെറുതെ ആലോചിച്ചാൽ മതി. അപ്പോൾ പിന്നെ ഇന്ത്യയുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് ഓരോ സമയമുണ്ടല്ലോ, നമുക്ക് ഓരോ സീസൺ 1, സീസൺ 2, സീസൺ 4 ഒക്കെ ആയിട്ടങ്ങ് വരാം. അങ്ങനെ കിടക്കല്ലേ. അപ്പോൾ ഓരോ സമയത്ത് ഓരോ കാഴ്ചകളും ഓരോ യാത്രകളും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇനി അധികം പറഞ്ഞ് കത്തിയേക്കുള്ള ബൈ.